ഗുഡ് മോർണിംഗ്. വീണ്ടും കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. നമ്മൾ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടായില്ലെങ്കിലുള്ളൊരു കുഴപ്പം, സ്പിരിച്വൽ മച്യൂരിറ്റിയിലോട്ട് പോയില്ലെങ്കിൽ ഒരു കുഴപ്പം, നമ്മൾ ശിശുവായിരിക്കും. ഒരു ശിശുവായിരുന്നാലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോക മനുഷ്യനേക്കാൾ അല്ലെങ്കിൽ കർത്താവിനെ അറിയുന്ന മനുഷ്യരെക്കാൾ കർത്താവിനെ അറിയാത്ത മനുഷ്യരുണ്ടല്ലോ, അവർ നമ്മളുമായിട്ട് വലിയ വ്യത്യാസം കാണത്തില്ല. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ, നമ്മുടെ ഡിസയേഴ്സിൽ, നമ്മുടെ മറ്റുള്ള ആഗ്രഹങ്ങളിൽ, സംസാരത്തിൽ ഒന്നും വലിയൊരു വ്യത്യാസം ഉണ്ടാകത്തില്ല. എന്ന് പറഞ്ഞാൽ അകത്തൊരു മാറ്റം വരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അകത്തെ മനുഷ്യൻ, വീണ്ടും ജന്മം പ്രാപിച്ച അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നില്ല. ബലപ്പെടുത്താതിൻ്റെ മെയിൻ കാരണം നമ്മൾക്ക് ആത്മീയ ഭക്ഷണമാകുന്ന വചനം, ആത്മീയ പാലാകുന്ന അല്ലെങ്കിൽ ഭക്ഷണമാകുന്ന ദൈവവചനം നമ്മൾ ഭക്ഷിക്കുന്നില്ല. നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ഭക്ഷണം, സ്പിരിച്വൽ ഫീഡ് എന്ന് പറയുന്നത് ദൈവവചനം. അപ്പോൾ അത് നമ്മൾ ഫീഡ് ചെയ്യുന്നില്ലെങ്കിൽ അകത്തെ മനുഷ്യൻ പട്ടിണിയാണെന്ന് ഓർത്ത് നമ്മളെന്നും ഫാസ്റ്റിങ്ങാണ്. എവിടെ? അകത്തെ മനുഷ്യൻ. പുറത്തെ മനുഷ്യൻ 3 പേരോ അല്ലെങ്കിൽ 4 പേരോ അല്ലെങ്കിൽ മൃഷ്ടാന്നമായിട്ട് അടിക്കുന്നുണ്ട്. നമ്മുടെ അകത്തെ മനുഷ്യൻ എന്നും ഫാസ്റ്റിങ്ങാണ്. കാരണം അതിൻ്റെ ആ ഭക്ഷണം നമ്മൾ കൊടുക്കുന്നില്ല. അകത്തെ മനുഷ്യൻ്റെ വീണ്ടും ജനിച്ച നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. 1 പത്രോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നിങ്ങൾ ആത്മീയ ദൈവവചനമാകുന്ന പാലിന് വേണ്ടി ദാഹിപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചോളം അതിന് വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അതിന് പാൽ കുടിക്കണം എന്നുള്ളൊരൊറ്റ ചിന്തയുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു ദൈവത്തിൻ്റെ യഥാർത്ഥമായൊരു വീണ്ടും ജനം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയൊരു ഡിസയർ ആയിരിക്കും ദൈവവചനം വായിക്കണം, ദൈവവചനം ധ്യാനിക്കണം, അത് നമ്മുടെ ജീവിതത്തിലോട്ട് അത് റിവീൽ ചെയ്ത് കിട്ടണം. ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും വന്നില്ലെങ്കിൽ ഓർത്തോടെ നമ്മളിപ്പോഴും സ്പിരിച്വൽ ബേബീസ് എന്നും പറയാൻ പറ്റും. പരിശുദ്ധമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ വീണ്ടും ജന്മം യഥാർത്ഥമായിരിക്കണം. അപ്പോൾ നമ്മൾ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടായാലുള്ള ഒരു കുഴപ്പം എന്താണെന്നുള്ളത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഗലേഷ്യൻസ് ചാപ്റ്റർ 4:1. ഗലാത്യർ 4:1. പത്രോസ് പൗലോസ് പറയുന്നത്, ഇതാണ് ഞാൻ വിവക്ഷിക്കുന്നത്, ദിസ് വാട്ട് ഐ മീൻ, പിന്തുടർച്ചാവകാശി വസ്തുവിൻ്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്നും വിഭിന്നനല്ല. അന്നത്തെ യഹൂദന്മാരുടെ ആ ഒരു പാരമ്പര്യം അനുസരിച്ച് പോൾ പറയുകയാണ്, ഒരു അവകാശി, പിന്തുടരാവകാശി, അപ്പൻ്റെ സർവ്വസ്വത്തിൻ്റെയും അവകാശി ഉടമയാണെങ്കിലും അവനാണ് അക്കോർഡിംഗ്ലി ഇപ്പോൾ ഒരു 3 വയസ്സുള്ള അല്ലെങ്കിൽ 4 വയസ്സുള്ളൊരു ബാലൻ. അപ്പൻ്റെ സ്വത്ത് മുഴുവൻ മകൻ്റെ വലിയ ചോദിച്ചു, അപ്പൻ അങ്ങ് മാറ്റപ്പെട്ടു, മരിച്ചു. ഇവനാണ് ഇതിൻ്റെ മുഴുവൻ അവകാശി. പക്ഷേ അവനെക്കുറിച്ച് പറയുകയാണ്, ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അവൻ ആ ബാലൻ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുന്നിടത്തോളം കാലം അല്ലെങ്കിൽ ആ ഗ്രോത്ത് ഉണ്ടാകുന്നിടത്തോളം കാലം അടിമയിൽ നിന്നും വിഭിന്നല്ല. അടിമ എന്ന് പറയുന്നത് അവൻ്റെ വീട്ടിലെ വേലക്കാർ, അവിടുത്തെ അന്നത്തെ നമുക്കറിയാം വീടുകളിലൊക്കെ സ്ലേവ്സാണ്, അടിമകൾ, വീട്ടു ജോലിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അടിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ വാസുതിലാരാ, ഈസ് എ ഹെയർ, അപ്പൻ്റെ മുഴുവൻ സ്വത്തിൻ്റെ അവകാശി. അടിമയാരാ? അടിമ അവിടെ അടിമയ്ക്ക് വിലയ്ക്ക് വാങ്ങി അവിടെ ജോലി ചെയ്യാനായിട്ട് ആക്കിയിരിക്കുന്നു. നോക്കി, ഇവൻ ബാലന് അല്ലെങ്കിൽ ഇവന് ഗ്രോത്ത് ഉണ്ടായില്ല, പ്രായപൂർത്തിയായില്ല, തിരിച്ചറിവായില്ല. അവനും ഈ അടിമയും അവകാശം സംബന്ധിച്ച് അല്ലെങ്കിൽ ബോധ്യം സംബന്ധിച്ച് ഒരുപോലെ. കാരണം ഇവന് തിരിച്ചറിവില്ല, ഇവൻ ആരാണെന്നുള്ള ബോധ്യമില്ല. പണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം, പണ്ട് സലാലിൽ ഞങ്ങൾ മോഹൻബാബിനോടെയൊക്കെ താമസിക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ഫ്ലാറ്റുണ്ട്. അവിടുത്തെ ഒരു പയ്യുണ്ട്, നല്ല രസമാണ് കാണും, നല്ല ഒരു കൊഴുത്തിരിക്കുന്നു, നല്ല ബബ്ലിയായിട്ടുള്ളൊരു കുട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാണാൻ. അപ്പം അവൻ അവിടെ ഇവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവൻ എന്നെ കാണുമ്പോൾ ഒറ്റ ഓട്ടം ആവത്തും. ഞാൻ അവനെ ആകെ നോക്കിയിട്ടുണ്ട് വിളിച്ച് അവനെ ഒന്ന് ഇത് ചെയ്യാനായിട്ട്, അത് പാമ്പർ ചെയ്യാനായിട്ട്. പക്ഷെ അത് നിൽക്കത്തില്ല, അവൻ പേടിച്ചൊറ്റ ഓട്ടം. അപ്പോൾ അവനൊരു 3 വയസ്സ് കാണും, ഭയങ്കര രസമല്ല ഓട്ടം കാണാൻ. അപ്പം ഞാൻ ഡീറ്റെയിൽഡ് എന്നേ പറയുമായിരുന്നു, ഇവനിപ്പോൾ അവനാണ് ആ ഹോൾ ബിൽഡിങ്ങിൻ്റെ ഓണറാണ്. ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റ്, അവരുടെ ഫ്ലാറ്റ് ആ ഫുൾ ബിൽഡിങ്ങിൻ്റെ ഓണറാണ്. പക്ഷേ പയ്യൻ, ഞാൻ ഡീറ്റെയിൽഡ് പറയും, ഇവനിപ്പം നമ്മളെ കാണുമ്പോൾ ഓടും. ഇവനൊരു 15 വയസ്സാട്ടെ അല്ലെങ്കിൽ 15 വയസ്സാട്ടെ. ഇവനവിടെ നിൽക്കുന്നിടത്തേക്ക് നമ്മളായിരിക്കും ചിലപ്പോൾ ഓടേണ്ടി വരും. കാരണം അവരപ്പോൾ തിരിച്ചറിയാം, ഞാൻ ഓടേണ്ട ആവശ്യമില്ല, ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ, ബാക്കി എല്ലാവരും എന്നേക്കാൾ താഴെ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സ്പിരിച്വൽ ബേബീസ് ആയിരിക്കുന്നിടത്തോളം കാര്യം ശരിയാണ്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ അവകാശമാണ്. അങ്ങനെ വചനം പറയുന്നത്, നമ്മൾ വീണ്ടും ജന്മം നടക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളും യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മൂത്ത പുത്രൻ, നമ്മൾ ഇളയ മക്കൾ, അപ്പൻ്റെ സ്വത്ത് മക്കൾക്കെല്ലാം ഒരുപോലെ അവകാശപ്പെട്ടത്. അതേ അവകാശത്തിലേക്ക് നമ്മൾ പോകണം. അതിനകത്ത് ഒട്ടും കുറവില്ല കേട്ടോ. വളരെ ശ്രദ്ധിച്ചോണം. ഒരു ദൈവ പൈതൽ, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ 3 മക്കളുള്ള എൻ്റെ 5 മക്കളുണ്ടെങ്കിൽ
യഥാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ ശരിക്കുള്ള പക്ഷപാതമില്ലാത്ത ചില മാതാപിതാക്കൾക്ക് കൂടുതലും കുറവും സ്നേഹമുണ്ട്. എല്ലാവരും അങ്ങനെയല്ല, നീതിയുള്ളവരങ്ങനെയല്ല, എല്ലാവരും ഒരുപോലെ സ്നേഹിക്കും. അപ്പം അവരുടെ അവകാശങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പത്രം എഴുതുമ്പോഴത്തേക്കിന് അത് എല്ലാവർക്കും അത് ഈക്വലായിട്ട് കിട്ടാൻ നോക്കും, പക്ഷപാത ഫേവറിറ്റിസം ഇല്ലെങ്കിൽ. അപ്പോൾ നീതിയുള്ള അപ്പന്മാരങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ദൈവം നീതിമാനാണ്. അപ്പോൾ നമ്മളെ മക്കളായിട്ട് അഡോപ്റ്റ് ചെയ്യുക, നമ്മളെ ദത്തെടുക്കുക. കുടുംബത്തിൽ നമ്മൾ ബൈ ബർത്ത് നമ്മൾ അല്ലായിരുന്നു, പക്ഷെ നമ്മളെ ആ വിശ്വാസത്താൽ വീണ്ടും ജന്മം നടത്തി ദൈവഭവനത്തിലേക്ക് നമ്മളെ ദത്തെടുക്കുക. അത് വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മളെ അവൻ ദത്തെടുത്തു. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു പുറത്തുള്ള ഒരു യുവാവിനെ അല്ലെങ്കിൽ ഒരു ബാലനെ, ഒരു അനാഥ ബാലനെ യഹൂദ കുടുംബത്തിലേക്ക് ദത്തെടുക്കുകയാണെങ്കിൽ അവിടെ മറ്റു മക്കളുണ്ടാവും, അവർക്കുള്ള അതേ അവകാശം കൊടുക്കാൻ ഇവർ ബാധ്യസ്ഥരാണ്. അല്ലാതെ ഇവൻ എൻ്റെ സ്വന്തം മോനാണ്, ഇവൻ്റെ ചോര പറഞ്ഞാൽ അവന് കൂടുതലും ഈ ദത്തെടുത്തതിന് കുറവൊന്നും അങ്ങനെയല്ല. യഹൂദിൻ്റെ പാരമ്പര്യം ഒരാളെ ഇഫ് യു ആർ അഡോപ്റ്റിംഗ് വൺ സൺ, അവന് ആ ബാക്കിയുള്ള 3 മക്കളുണ്ടെങ്കിൽ അവരുടെ 3 പേരോടും കൂടി അവനൊരു ഷെയർ, അവന് ഈക്വൽ ഷെയർ കൊടുക്കണം. അതേ സിസ്റ്റത്തിലാണ് ദൈവം നമ്മളെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിൻ്റെ അവകാശികളും യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. നമ്മൾ അഡോപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഹാൻഡ് അല്ല, അല്ലെങ്കിൽ എന്താ പറയുക, വേറെ രീതി വന്നതല്ല. യേശുവിനെ എങ്ങനെയാണോ ദൈവം കാണുന്നത് അതേ അവസ്ഥയിലേക്ക്, അതേ അവകാശത്തിലേക്ക് നമ്മളെയും എടുത്ത് ഇതൊക്കെ ഒന്ന് തിരിച്ചറിയണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മളെ ശിശുക്കളായിരിക്കുന്നുണ്ട് നമുക്കിത് തിരിച്ചറിയാൻ പറ്റാത്തത്. അപ്പോൾ സ്പിരിച്വൽ ബേബീസ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ബാലനായിരിക്കുന്നത്തോളം കാലം അടിമയിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള മീനിങ് ലോക മനുഷ്യനേക്കാളും നീ വ്യത്യസ്തനല്ല. നീ ഒരു സ്പിരിച്വൽ ബേബി ആയിരിക്കുമ്പോൾ, ആത്മീയ ശിശുവായിരിക്കുമ്പോൾ നീ ഒരു ലോക മനുഷ്യൻ, അവരെല്ലാത്തിൻ്റെ അടിമയാണ്, പാപത്തിൻ്റെ അടിമയാണ്, പിശാചിൻ്റെ അടിമയാണ്, അതിൽ നിന്നും വലിയ വ്യത്യസ്തനല്ല എന്നർത്ഥം. ബാക്കി അടുത്ത എപ്പിസോഡ് കഥാ